തീർച്ചയായും ഈ ഘട്ടത്തിൽ സ്വരാജ് നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ നിലമ്പൂരിൽ വലിയ അർത്ഥത്തിൽ ആഹ്ലാദ പ്രകടനമാണ്. അവിടെ LDF പ്രവർത്തകർക്ക് CPIM പ്രവർത്തകർക്ക് മാത്രമല്ല അവിടുത്തെ ജനങ്ങളാകെ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി കിട്ടിയതിലുള്ള വലിയ ആഹ്ലാദം പങ്കുവെക്കുന്നു. അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കൂടിയാണ് തത്സമയം നാം കേട്ടതും. ഷീജയിലേക്ക് തന്നെ വന്നാൽ, ഷീജ, സ്വരാജ് എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, രാഷ്ട്രീയ വ്യക്തിത്വമാണ്. അത് LDFനും CPIMനും മാത്രമല്ല മറ്റുള്ളവരെല്ലാം ബഹുമാനത്തിലും ആശയിലും ആവേശത്തിലും ഒക്കെ കാണുന്ന ഒരു നേതാവിനെയാണ് LDF സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചത്? മാത്രമല്ല അദ്ദേഹം പറഞ്ഞതിൽ വളരെ ക്ലാസിക്കായാണ് അദ്ദേഹം പ്രതികരിച്ചത്. കാരണം വ്യക്തിപരമല്ല, പക്ഷത്ത് വ്യക്തിപരവും അതിൻ്റേതായ രീതിയിലുള്ള ചക്ലത്തി പോരാട്ടങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമല്ല, ആശയപരമാണ്. ഇത് ഈ സർക്കാരിൻ്റെ വികസനത്തിൻ്റെ തുടർച്ചയുടെ നാന്ദിയാകാനുള്ള തെരഞ്ഞെടുപ്പാണെന്ന് സ്വരാജ് പറയുന്നത്. ഷീജ, തീർച്ചയായും അജിം ഷാദ്, ഏതായാലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കൂടി ഇപ്പോൾ ചിത്രത്തിലേക്ക് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും CPIMന് സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല എന്നുള്ളൊരു എന്ന രീതിയിലായിരുന്നു UDFന്റെ ഭാഗത്ത് നിന്നുള്ള പ്രചരണം എന്ന് പറയുന്നത്. അതിനൊക്കെയുള്ളൊരു കൃത്യമായ മറുപടി തന്നെയായിരുന്നു ഇന്ന് CPIMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. CPIMന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് CPIM എത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സ്വരാജ് എന്നുള്ളൊരു വ്യക്തിയിലേക്ക് എത്തുമ്പോൾ സ്വരാജ് ആ നാട്ടുകാർക്കൊരു പുതിയ ആളല്ല, പുറത്തുനിന്ന് വന്ന വ്യക്തിയല്ല, സ്വന്തം നാട്ടുകാരൻ തന്നെയാണ് എന്നുള്ളൊരു വലിയ പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക്, ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ പോകാനുണ്ടായ സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. PV അൻവർ ഇടതുപക്ഷത്ത് നിന്നും പുറത്തേക്ക് പോയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ പക്ഷേ അതിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ കണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് CPIMും ഇടതുപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സ്വരാജ് എന്നൊരു സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും നാളെ മുതൽ മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് സ്വരാജിൻ്റെ തീരുമാനം. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ നിലമ്പൂരേക്ക് എത്തും. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വ്യക്തിപരമായ രീതിയിൽ ആക്രമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല തൻ്റെ നിലപാട്. സർക്കാരിൻ്റെ നേട്ടങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ സ്വരാജും വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സ്വരാജ് പറയുമ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു, ഒരിക്കലും PV അൻവർ എന്നുള്ളൊരു PV അൻവറിനെ ആക്രമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല, മറിച്ച് ഈ ആശയങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടമാണ്. ആ രീതിയിൽ ആ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഏതായാലും സ്വരാജ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത് എന്നുള്ളതിൽ സംശയമില്ല.